Hi friends, this is Anthea Jagos and welcome back to പഠിക്കുക. Learn at your place, learn at your pace. Anyway, നമ്മൾ ഡിസൈൻ ഓഫ് ബെൽറ്റ് ആണ് നോക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇനി വ്യത്യസ്തമായ കുറേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. എനിവേ പഠിക്കുക, പല കാര്യങ്ങളുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ. നോർമൽ പഠിത്തം മാത്രമല്ല, പല ഡിസ്കഷൻസ് ആവട്ടെ, പല ടിപ്സ് ആവട്ടെ, ട്രിക്സ് ആവട്ടെ, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളാവട്ടെ, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ വരാൻ പോവുകയാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതിൻ്റെ ഒപ്പം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഡിസൈനിങ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ആണ് നമ്മളിത് നോക്കുന്ന ടോപ്പിക്ക്. സോ ബെൽറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത്. പക്ഷേ അതിന് മുമ്പായിട്ട് കുറച്ച് ഫോർമുലാസും കൂടി നമുക്ക് അറിയണം. നിങ്ങൾക്ക് ഓൾറെഡി ഡാറ്റ ബുക്കിൽ ഈ ഫോർമുലാസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലോ ഡെറിവേഷനോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ബേസിക് ആയിട്ട് അതിൻ്റെ ലെങ്ത്ത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, തീറ്റ, ടെൻഷൻ, പവർ, മാക്സിമം പവർ വരാനുള്ള കണ്ടീഷൻ, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ, ഇതിൻ്റെയൊക്കെ റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ടതാണ്. സോ എനിവേ ജസ്റ്റ് ആ റിലേഷൻ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഏതൊക്കെയാണ് റിലേഷൻ എന്നുള്ളത് അതിൻ്റെ നിങ്ങളുടെ ഡാറ്റ ബുക്കിലുണ്ട്. അതിൻ്റെ പേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എനിവേ ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ലെങ്ത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ വേണം. L = 2x + R1 + R2 π + R1 - R2 whole square by x ആണ്. x എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഡിസ്റ്റൻസ്, ഡ്രൈവർ ആൻഡ് ഡ്രൈവൺ പുള്ളി നമ്മൾ R1 R2 റേഡിയസ് ആണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ടോപ്പിക്കിലെല്ലാം പറഞ്ഞതാണ്. സോ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് sin α = R1 - R2 x ആണ് യൂസ് ചെയ്യുന്ന ഫോർമുല. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ബെൽറ്റ് എത്ര ആംഗിളിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് 180 - 2α π/180 റേഡിയനിലാണ് കിട്ടുന്നത്. സിമിലർലി ക്രോസ് ബെൽറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. L = 2x + R1 + R2 π + R1 + R2 whole square by x ആണ് ഫോർമുല. അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ 180 + 2x ആവും. ഓപ്പൺ ആണെങ്കിൽ മൈനസ് ആയിരുന്നു, ക്രോസ് ആകുമ്പോൾ 180 + 2x × π/180 ആണ്. പവർ ട്രാൻസ്മിഷൻ കണ്ടുപിടിക്കാനായിട്ട് P = T1 - T × വെലോസിറ്റി, ടെൻഷൻ × വെലോസിറ്റി ആകുമ്പോൾ നമുക്ക് എന്താണ് പവറുടെ റിലേഷൻ കിട്ടും. സിമിലർലി ടോർക്ക് ഇൻ ഡ്രൈവിംഗ് പുള്ളി, ഡ്രിവൺ പുള്ളി കണ്ടുപിടിക്കാനുള്ള ഫോർമുല T1 - T2 × R1 ചെയ്താൽ ഡ്രൈവിംഗ് പുള്ളിയുടെ, T1 - T2 × R2 ചെയ്തതിന് എന്താണ് ഡ്രിവൺ പുള്ളിയുടെ. ടോർക്ക് ടെൻഷൻ × റേഡിയസ് ആണ് നമ്മൾ ചെയ്യണം. R1 R2 കറസ്പോണ്ടിങ് റേഡിയസ്. റേഷ്യൂസിൻ്റെ റിലേഷൻ ഉണ്ട്. T1/T2 = e⁻μθ. μ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആംഗിൾ നേരത്തെ കണ്ടുപിടിച്ചു, എത്ര കോണ്ടാക്ട് ആംഗിൾ ആണെന്നുള്ളത്. മാക്സിമം പവർ വരാനുള്ള കണ്ടീഷൻ V = √T1/3m. T1 എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ടെൻഷനാണ്. കാരണം അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടെ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് കണ്ടിന്യൂസ്ലി റൺ ചെയ്യാൻ നിർത്തുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. സോ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്താ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. എല്ലാ ടെൻഷൻ ഓൾറെഡി ഉള്ള ടെൻഷൻ എന്താ ഒരു ഇൻക്രീസ് ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു ടെൻഷനാണ് നമ്മൾ എന്താ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറയുന്നത്. ദി ടെൻഷൻ കോസ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ T1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ T1 + TC ചെയ്യുമ്പോൾ ആ TC എന്ന് പറഞ്ഞാൽ എന്താ സെൻട്രിഫ്യൂഗൽ ടെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ ഇത് ഡ്രൈവിംഗ് പുള്ളിയുടെ, ഡ്രിവൺ പുള്ളിയുടെ ആണെങ്കിൽ എന്താ T(T2) എടുക്കുമ്പോൾ T2 + TC എടുക്കും. ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC കണ്ടുപിടിക്കാനുള്ള ഫോർമുല M × V² ആണ്. ഞാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡാറ്റ ബുക്കിലുള്ള റിലേഷൻസ് ആണ്. അപ്പോൾ നമ്മളിതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്താണ്, ഒന്ന് ഫാസ്റ്റിൽ ഒന്ന് പറഞ്ഞു പോയതാണ്. ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം. സോ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഡിസൈൻ ഓഫ് ബെൽറ്റ് ആണ്. സിമ്പിളായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് ബെൽറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. ലെറ്റ്സ് പഠിക്കുക. ഡിസൈൻ ഓഫ് ബെൽറ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യം നമുക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ഫോർമുലയാണ്. ഓപ്പൺ ആണോ ക്രോസ്ഡ് ആണോ, ഓപ്പൺ ആയിട്ടുള്ള ബെൽറ്റ് ആണോ ക്രോസ്ഡ് ആണോ, അതിന് രണ്ടിനും എന്താ രണ്ട് ഫോർമുലയാണ്. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ലെങ്ത്ത് കണ്ടുപിടിക്കണം. അത് സിമ്പിളായിട്ട് നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താ പുട്ട് ചെയ്യുക, എക്സും R1 R2 ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അത് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ബ്രെഡ്ത്ത് ആണ്, B ആണ് നമുക്ക് വേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ മാസിൽ നിന്നാണ് എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ മാസ് = ഡെൻസിറ്റി × വോളിയം എന്ന് പറഞ്ഞ റിലേഷൻ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ ഏരിയ × ലെങ്ത്, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ B × T, തിക്നെസ് × ബ്രെഡ്ത്ത് × ലെങ്ത് × ഡെൻസിറ്റി. സോ ഈ റിലേഷനിൽ നിന്നാണ് എന്താ നമ്മൾ B കണ്ടുപിടിക്കുന്നത്. ഈ B വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡെൻസിറ്റി അറിയണം. അത് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി ലെങ്ത് പെർ മീറ്റർ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുക. അതിനോടൊപ്പം തിക്നെസ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യേണ്ടി വരും. തിക്നെസ് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടി വരും. തന്നിട്ടില്ലെങ്കിൽ തിക്നെസ് അസ്യൂം ചെയ്യേണ്ടി വരും. ആ വാല്യൂസ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. സോ ക്ലിയർ ആണല്ലോ. മാസ് = B × T × L × T. അതിൽ നിന്നാണ് എന്ത് B കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമുക്ക്
മാസ് തന്നിട്ടുണ്ടാവും, ഇല്ലേ മാസ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ടേം എടുത്തിട്ട് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും, അതിലേക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്താ പോകും. സോ കോമൺലി ബെൽറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് എന്ത് കോമൺലി വേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ കറസ്പോണ്ടിങ് മേലത്തെ ടേംസ് ചിലപ്പോൾ RPM കണ്ടുപിടിക്കേണ്ടി വരും. അതിൻ്റെ റിലേഷൻസ് ടെൻഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. T1/T2 = e⁻μθ. ടെൻഷൻ കണക്ട് ചെയ്യുക. ഈ റിലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം. സോ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് എന്താ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി എന്താ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇനി ഒരു ബെൽറ്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അതിൻ്റെ ലെങ്ത്ത്, തിക്നെസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു എ ക്വസ്റ്റ്യൻ. ഡിസൈൻ എ belt to transmit 110 kW for a system consisting of 2 pulleys of diameter 0.9 meter and 1.2 meter. Center distance of 3.6 meter. A belt speed 20 meter per second. Coefficient of friction 0.3. Slip percentage of 2 pulleys 1.2% വന്നിട്ടുണ്ട്. 5% friction loss at each side and 20% overload. Okay, anyway belt ഡിസൈൻ ചെയ്യാനാണ്. സോ ഗിവൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, പവർ തന്നിട്ടുണ്ട് 110 kW, ഡയമീറ്റർ തന്നിട്ടുണ്ട് D1 0.9 മീറ്റർ. സോ റേഡിയസിലേക്ക് ആക്കണേ ബൈ 2 ചെയ്യുക. അതേപോലെ D2 വന്നിട്ടുണ്ട് 1.2 മീറ്റർ, റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യണം ബൈ 2. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആ ഒരു ഷാഫ്റ്റ് വന്നിട്ടുണ്ട് X 3.6 വന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ബെൽറ്റ് നമുക്ക് വന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. സ്ലിപ്പ് പെർസെൻറ്റേജ് S1 S2 നമുക്ക് വന്നിട്ടുണ്ട് എന്ത് 1.2. ഇനി കുറച്ച് വാല്യൂസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബെൽറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചില വാല്യൂസ് അസ്യൂം ചെയ്യേണ്ടി വരും തന്നിട്ടില്ലെങ്കിൽ. ഒന്നാമത്തെ സിഗ്മ സേഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 2.5 MPa നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ തിക്നെസ് T ആണ്, അതെന്ന് പറഞ്ഞാൽ 15 മില്ലിമീറ്റർ 15 മില്ലിമീറ്റർ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. തേർഡ് വൺ ഡെൻസിറ്റി. പല ബെൽറ്റിന് പല ഡെൻസിറ്റിയാണ് വന്നത്. മീൻസ് ലെതർ ബെൽറ്റ്, കോട്ടൺ ബെൽറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ടുണ്ടായില്ലെങ്കിൽ മീൻസ് എൻ്റെ വീഡിയോയിലുണ്ട്, നോക്കിയിട്ടുണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ പഴയ വീഡിയോസിൽ നിന്ന് ഡെൻസിറ്റി കിട്ടും. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്ന ലെതർ ബെൽറ്റ് ആണ്, അതിൻ്റെ ഡെൻസിറ്റി 1000 kg/m3. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടില്ലെങ്കിൽ 0.4 നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, RPM കണ്ടുപിടിക്കണം. N1 N2 എന്ന് പറഞ്ഞാൽ RPM നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ RPM ആണ് വേണ്ടത്, തന്നിട്ടില്ല വാല്യൂസ്. സോ RPMത്തിന് ടോർക്ക് അങ്ങനെ കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, ലെങ്ത് ആയാലും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇനീഷ്യലി RPM നമുക്ക് എന്താ, സ്പീഡ് ഓഫ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് V20. അതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, πD1 N1/60 × 1 - S1/100. കാരണം സ്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് S1 അറിയാം, ഡയമീറ്റർ D1 അറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, N1 കണ്ടുപിടിക്കാൻ പറ്റും. 430 RPM നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി N1 കിട്ടിക്കഴിഞ്ഞാൽ സിമിലർ സ്റ്റെപ്പ് വഴി നമുക്ക് എന്താ N2 ചെയ്യാം. ഡ്രിവൺ പുള്ളിയുടെ ബേസ് ചെയ്ത് പെർഫറൽ വെലോസിറ്റി ഓഫ് ഡ്രിവൺ പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ, πD2 N2/60 = V1 × 1 - S2/100. സോ അതിൽ നമുക്ക് S2 അറിയാം, V1 അറിയാം, D2 അറിയാം. സോ അതിൽ നമുക്ക് എന്ത് കിട്ടും, N2 കിട്ടും. നമുക്ക് എന്താ 315 RPM കിട്ടും. ക്ലിയർ ആണല്ലോ. 2 RPM ജസ്റ്റ് ആ സ്ലിപ്പ് പെർസെൻറ്റേജ്. ഈ റിലേഷൻസ് ഒക്കെ നേരത്തെ വീഡിയോസിലുള്ളതാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ടോർക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ജനറൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്, പവർ = 2π×T/60 എന്നുള്ളത്. ജനറലി നമ്മൾ പവർ കണ്ടുപിടിക്കാൻ ടോർക്ക് ബേസ് ചെയ്ത റിലേഷൻ. നമുക്ക് ആ റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്താ ടോർക്ക് കണ്ടുപിടിക്കാം. T = എന്താ P×60/2π×. അതിന് നമുക്ക് എന്താ ടോർക്ക് കിട്ടും 3334 Nm/m. ഇനി ടോർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 5% ഫ്രിക്ഷണൽ ലോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫ്റ്റിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോർക്ക് ആക്ടിങ് ഓൺ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1.05. 5% ലോസ് ആണെങ്കിൽ ബാക്കി വന്ന ബേസ് ചെയ്ത് നോക്കുമ്പോൾ 1.05 × 3334 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3500 Nm/m ആയിരിക്കും എന്ത് ഫ്രിക്ഷൻ ലോസ് ചെയ്തിട്ടുള്ള സംഭവം. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ബെൽറ്റ് ഡിസൈൻ ഫോർ 20% ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1.2 × 3500 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4200 Nm/m കിട്ടും. ഞാൻ അസ്യൂം ചെയ്യുക T1 എന്ന് പറഞ്ഞാൽ എന്താ, ടെൻഷൻ ഓൺ ടൈറ്റ് സൈഡ് ആണ്. T2 എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഓൺ സ്ലാക്ക് സൈഡ് ആണ്. സോ ടോർക്ക് എക്സർട്ടഡ് ഓൺ എ ഡ്രിവൺ പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ, T1 - T2 × R2 ആണ്. ടെൻഷൻ ആ ഒരു റേഡിയസ് ആണ്, ടെൻഷൻ ഡിഫറൻസ് റേഡിയസ് ആണ് നമുക്ക് ടോർക്ക് കിട്ടുന്നത്. സോ ഈ കിട്ടിയ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത ഡിസൈൻ ടോർക്കിനോട് എന്താ ഇക്വേറ്റ് ചെയ്യുക. T1 - T2 × R2 എന്ന് പറഞ്ഞാൽ എന്താ = 4200. അവിടെ നിന്ന് നമുക്ക് എന്താണ് T1 - T2 എന്ന് പറഞ്ഞാൽ എന്താ 7000 N കിട്ടും. ഓക്കെ ആണല്ലോ. ആ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമുക്ക് ആദ്യം എന്താ സൈൻ ആൽഫ കണ്ടുപിടിക്കുക. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ O2/m/O1O2 എന്നാണ്. ഇല്ലെങ്കിൽ R2 - R1/x ഡയറക്റ്റ് ഫോർമുല. ഇതൊക്കെ നമുക്ക് ഡാറ്റാ ബുക്കിലുള്ള ഫോർമുലയാണ്. ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഞാൻ കുറച്ചും പറഞ്ഞപ്പോഴും ഫോർമുലാസ് പറഞ്ഞുള്ളതാണ് R2 - R1/x. സോ അവിടെ നമുക്ക് എന്താ ആൽഫ കിട്ടും. ആൽഫ കിട്ടിയ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, 180 - 2 ആൽഫ × π/180. സോ ഓപ്പൺ ടൈപ്പ് ബെൽറ്റ് ആണോ ക്രോസ്ഡ് ബെൽറ്റ് ആണോ എന്നുള്ളത്. ഓപ്പൺ ആണെങ്കിലാണ് എന്ത് ഈ ഫോർമുല വന്നത്. സോ 180 - 2x × π/180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റയുടെ വാല്യൂ 3.06 റേഡിയൻ കിട്ടും. ഇനി നമുക്കറിയാം ടെൻഷൻ റേസ് T1/T2 എന്ന് പറഞ്ഞാൽ എന്താ e⁻μθ ആണ്. അവിടെ നിന്ന് നമുക്ക് എന്താ T1/T2യുടെ വാല്യൂ കിട്ടും. T1/T2 = എന്താ 2.51 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. സോ ഇപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻസ് ആയി T1 - T2 = 7000 എന്ന് പറഞ്ഞ റിലേഷനും ഉണ്ട്.
തന്നിട്ടുണ്ട്. T1/T2 എന്താ 2.5. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ T1ഉം T2ഉം കണ്ടുപിടിക്കാം. T1 11636 ന്യൂട്ടണും T2 4636 ന്യൂട്ടണും കിട്ടും. ഇനി നമ്മൾ നോക്കാൻ നേരത്ത് ബെൽറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10 മീറ്റർ/സെക്കൻഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക. സോ മാസ് ഓഫ് ബെൽറ്റ് പെർ മീറ്റർ ലെങ്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കണം. സോ മാസ് ഓഫ് ലെങ്ത് പെർ മീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ ഫോർമുല നമുക്കറിയാം. അതിൽ നിന്ന് എന്താ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ ഏരിയ ഇൻറ്റു ലെങ്ത്. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് എഴുതാം. B ഇൻറ്റു T ഇൻറ്റു L ഇൻറ്റു റോ. ഇതിൽ നമുക്ക് B അറിഞ്ഞൂടാ. T നമ്മൾ അസംഷൻസിൽ അസ്യൂം ചെയ്തിട്ടുണ്ട്. L പെർ മീറ്റർ ലെങ്ത് ആണ്. പിന്നെ നമ്മൾ ഡെൻസിറ്റി അസ്യൂം ചെയ്ത് എത്ര 1000 ആണ്. ലെതർ ബെൽറ്റ് ആണ് അസ്യൂം ചെയ്തേക്കാം. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15 ഇൻറ്റു B കിലോഗ്രാം പെർ മീറ്ററിൽ കിട്ടും. ഓക്കെ ആണല്ലോ. B നമ്മൾ അങ്ങനെ തന്നെ പുട്ട് ചെയ്തേക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. TC ഈക്വൽ ടു എന്താ mv² ആണ്. M എന്ന് പറഞ്ഞാൽ 15B ആണ്. V എന്ന് പറഞ്ഞാൽ എന്താ 20 ആണ്. സോ 15B ഇൻറ്റു 20 സ്ക്വയർ ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും, 6000B എന്ന് കിട്ടും. ഇനി മാക്സിമം ടെൻഷൻ T എന്ന് പറഞ്ഞാൽ എന്താ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ. സോ T ഈക്വൽ ടു T1 പ്ലസ് TC. ഇല്ല TT എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുലാസ് ഞാൻ പറഞ്ഞായിരുന്നു. സോ T ഈക്വൽ ടു T1 പ്ലസ് TC. അത് ഈക്വൽ ടു എന്താണ്, സിഗ്മ BT ഈക്വൽ ആണ്. മാക്സിമം ടെൻഷൻ ഈക്വൽ ടു എന്താ സിഗ്മ BT ഈക്വൽ ആണ്. ഈ റിലേഷൻസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. T1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, TC നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, സിഗ്മ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 2.5 MPa എന്ന് പറയുന്നത്. B അങ്ങനെ തന്നെ പുട്ട് ചെയ്യുക. ടിയുടെ വാല്യൂ 0.015 തിക്നെസ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മൾ സോൾവ് ചെയ്യുക. B നമുക്ക് എന്ത് കിട്ടും, 0.37 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. സോ B കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ബെൽറ്റിൻ്റെ. ഇനി ഇതേപോലെ ലെങ്ത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാം. ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയാണോ, ഓപ്പൺ ആണോ ക്രോസ്ഡ് ആണോ എന്ന് ബേസ് ചെയ്ത്. ഓപ്പൺ ആയതുകൊണ്ട് എന്താണ്, L ഈക്വൽ ടു 2x പ്ലസ് പൈ ഇൻറ്റു R2 പ്ലസ് R1 പ്ലസ് R2 മൈനസ് R1 ഹോൾ സ്ക്വയർ ബൈ എക്സ്. ഡയറക്റ്റ് ഫോർമുലയാണ്. വാല്യൂസ് എല്ലാം പുട്ട് ചെയ്താൽ നമുക്ക് ലെങ്ത് ഈക്വൽ ടു 10.5 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമ്മൾ ചെയ്യാമ്പോൾ നമുക്ക് പാടായിട്ട് തോന്നുമെങ്കിലും അത് പ്രോപ്പർ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയാൽ മതി. ഒരു പ്രോബ്ലം നോക്കുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് സിമ്പിളായിട്ട് എന്താ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെങ്ത്ത് ഡയറക്റ്റ് ആണ്. B കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് ഇത്ര സ്റ്റെപ്സ് ചെയ്തത്. അതിൽ അസംഷൻസ് നിങ്ങൾ അസംഷൻ ചെയ്യാനുള്ള ഡെൻസിറ്റി, തിക്നെസ്, സിഗ്മ, സ്ട്രെസ്, ഈ സാധനങ്ങളൊക്കെ എന്താ അസ്യൂം ചെയ്യുക. തന്നിട്ടില്ലെങ്കിൽ ഈ കറസ്പോണ്ടിങ് വാല്യൂസ് വെച്ച് എന്താ അസ്യൂം ചെയ്യുക. ഇനി അത് ആ ഒരു റേഞ്ച് ഉണ്ട്. മെഷീൻ ഡിസൈനിൽ ഡിസൈൻ ചെയ്യുന്നത് പലർക്കും എന്താ പല ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും വാല്യൂവിന്. അപ്പോൾ അതോർത്ത് പേടിക്കാനും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ അസംഷൻ വെച്ച് എന്താ ചെയ്ത് വെക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. കാരണം നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ്. അസ്യൂം ലെതർ ബെൽറ്റ് എന്നുള്ളത് നമ്മളാണ് അസ്യൂം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ തന്നില്ലെങ്കിൽ. അതേപോലെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 2.5 MPa 2 തൊട്ട് 2.5 വരെ കൊടുക്കാറുണ്ട്. കോമൺലി 2.5 കൊടുക്കുന്നു എന്നുള്ളൂ. സോ അതോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ഡീറ്റെയിൽ ഇതിലെന്താ നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. ഈ ഒരു സ്റ്റെപ്സ് ഞാൻ പറഞ്ഞ ഇത്രയും സ്റ്റെപ്പിൻ്റെ രീതിയിൽ എന്താണ് പ്രോബ്ലം ചെയ്ത് കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് എന്താ ചെയ്താൽ മതി. ആദ്യം നമ്മൾ RPM കണ്ടുപിടിച്ചു, അവിടെ നിന്ന് ടെൻഷൻ കണ്ടുപിടിച്ചു, പിന്നെ സെൻട്രിഫ്യൂഗൽ ടെൻഷനിലേക്ക് കണക്ട് ചെയ്തു, മാസ് കണക്ട് ചെയ്തു, അവിടെ നിന്ന് B കണ്ടുപിടിച്ചു. ലെങ്ത് പിന്നെ ഡയറക്റ്റ് ആണ്, ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ അത് നോക്കുക, ഇക്വേറ്റ് ചെയ്യുക. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി KTUക്കാർക്ക്. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് PDF ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ഹോപ്പ് ഒരു മോഡ്യൂൾ 5 ചാപ്റ്റർ 1 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ടൈപ്സ്, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ പ്രോബ്ലം. സോ ടൈപ്പും പ്രോബ്ലം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു പ്രാവശ്യം തന്നെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം സെൻട്രിഫ്യൂഗൽ ടെൻഷൻ, ക്രീപ്പ്, സ്ലിപ്പ് അതൊക്കെ നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടാത്തവർ, ഈ ക്ലാസ് കിട്ടാത്തവർക്ക് എന്താ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എനിവേ ഫ്രണ്ട്സ്, ദിസ് ഈസ് അനിത് സൈനിങ് ഓഫ്. See you.